ഈ IEMനെ എന്തുകൊണ്ട് ഇത്രയും കാലത്ത് ട്രൈ ഔട്ട് ചെയ്തില്ല എന്ന് ഞാൻ തന്നെ ഓർത്തുപോയി. ബിക്കോസ് ഫോർ ദ പ്രൈസ് ഇതൊരു നല്ല ഡീലാണ് ഈ സാധനം. ആക്ച്വലി ഒരു 1500-ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു IEM ആണ് KZ സാഗ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞിടക്കാണ് ഞാനിത് പറഞ്ഞ പോലെ ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു. എനിക്ക് KZ ആണല്ലോ എന്തായാലും വലിയ സംഭവം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൗണ്ടിങ് ഈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് സൗണ്ടിങ് ആണ് KZ സാഗയുടെ. ബിക്കോസ് ഇത് ഭയങ്കര ബേസിലേക്കൊന്നും പോകില്ല, ബട്ട് ദർ ഇസ് ബേസ്. നമുക്ക് വേണ്ട ആ ഒരു സാധനം അവിടെ ഉണ്ട്. ആ ഒരു റംബിൾ സംഭവങ്ങളൊക്കെ എവറിത്തിങ് ഈസ് ദെയർ. ബേസിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഭൂമി ഓർ എന്താ പറയുക ഒന്നും ഇല്ലാത്ത അവസ്ഥയോ അങ്ങനെയല്ല പോകുന്നത്. ഇറ്റ്സ് ദെയർ. പിന്നെ മിഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് മിഡ്സ് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ മിഡ്സ് നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബഡ്ജറ്റിൽ നല്ല രസത്തിൽ ഇത് മിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അപ്പർ മിഡ്സ് ആയിക്കോട്ടെ, അപ്പർ മിഡ്സ് ആ ഒരു അതിൻ്റെ ഒരു ലെഷ്നെസ്സും അതിൻ്റെ ആ ഒരു സ്പാർക്കിളും ഒക്കെ അവിടെ ഉണ്ട്. ബട്ട് അത് ഫെറ്റീഗിങ് അല്ല, നല്ല രസത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ IEMൻ്റെ അകത്ത്. അതുപോലെ ഹൈയിലേക്ക് പോകുമ്പോഴത്തേക്കും ഹൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ചിലപ്പ് വരുന്ന രീതിയിൽ സിമ്പിൾസൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. ഹൈ ഫ്രീക്വൻസീസിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ബട്ട് ഇത് നമുക്ക് ഫെറ്റീഗിങ് അല്ല, എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മുടെ ചെവിയിലേക്ക് തുളച്ച് കയറില്ല. ഈ ട്രബിൾ ഭയങ്കരമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചില സമയത്ത് എൻജോയബിൾ ആണ്, ബട്ട് എപ്പോഴും അത് ഇഷ്ടമല്ല. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ട്രബിൾ ചെയ്ത് വെച്ചേക്കുവാണ്. ബട്ട് അത് ഇച്ചിരി ഡിപ്ഡ് ഡൗൺ ആണ്. ചില നമുക്ക് ട്രബിൾസ് വേണ്ട ചില സോങ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് അത്ര രസത്തിൽ വരില്ല ഈ ട്രബിൾ ഇല്ലായ്മ കൊണ്ടിട്ട്. ബട്ട് ഒരു ജനറൽ ഓഡിയൻസിന് ഈ IEMൻ്റെ ട്യൂണിങ്, അതായത് ഭയങ്കര ബേസ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, ഭയങ്കര ട്രബിൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, സമാധാനം വേണ്ട ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ട്യൂണിങ് ആണ് KZ സാഗയുടെ. പിന്നെ ഇതിൻ്റെ ഒരു മോശം സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇതിൻ്റെ കൂടുതൽ കിട്ടിയേക്കുന്ന കേബിളും അതുപോലെ ഇയർ ടിപ്പും അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല. KZയുടെ പഴയ ആ ഒരു ചാത്തൻ ഐറ്റമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഫോർ ദ പ്രൈസ് ഈ ട്യൂണിങ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്യൂണിങ് ഉണ്ടല്ലോ, ഈ ട്യൂണിങ് വേറൊരു IEM വെച്ച് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 ഹെഡ് സാൽനോട്ട് 0 എടുക്കാം, 0 ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് എഡിഷൻ്റെ ആ ഒരു ബേസ് റെസ്പോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് താഴത്തായിട്ടാണ് ഇതിൻ്റെ ബേസ് റെസ്പോൺസ് ഇരിക്കുന്നത്. മിഡ്സ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഇതുമായിട്ട് സിമിലർ ആണ്. ഏകദേശം ഒന്നല്ല, ഒരു നിപ്പിക്ക് ചെയ്താൽ മാത്രമല്ല നമുക്ക് ആ ഡിഫറൻസ്. പിന്നെ ട്രബിൾ എന്ന് പറയുന്നത് എനിക്ക് 0ൻ്റെ ആ ട്രബിൾ ചില സമയത്ത് ഇഷ്ടമല്ല, ഭയങ്കര ചിലപ്പോൾ വരും. ആ ഒരു സംഭവം ഈ KZ സാഗയുടെ അകത്തില്ല. അപ്പോൾ ഇതാണൊരു കമ്പാരിസൺ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ ഗ്രേറ്റ് IEM ഫോർ ദ പ്രൈസ്. ഇത് ആ പ്രൈസിന് ഒരു അടിപൊളി IEM ആണ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റുന്നൊരു IEM ആണ് KZ സാഗ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ വെർഡിക്റ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്.